ചിലർ കൊണ്ടു നടന്ന് പണിയും. അവർ ഉപേക്ഷിക്കുമ്പോൾ മറ്റൊരാൾ വിവാഹം കഴിക്കും. നടി ശ്രീപ്രിയയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ശ്രീപ്രിയ കാർത്തികുമായി ലിവിങ് ടുഗദർ ബന്ധത്തിലായിരുന്നു. കുറെ കാലം കാർത്തികുമൊത്ത് താമസിച്ചു ശ്രീപ്രിയ. അവസാനം ഇരുവരും അടിച്ച് പിരിഞ്ഞു. കാർത്തിക് പുതിയ മുഖങ്ങളെ തേടിപ്പോയപ്പോൾ ശ്രീപ്രിയ നന്നായി വേദനിച്ചു. പിന്നീട് ശ്രീപ്രിയ രാജ്കുമാറിനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്നു ശ്രീപ്രിയ. ശ്രീപ്രിയയെ പോലെ തന്നെ ഒരു നടിയാണ് പൂർണിമ ജയറാമും. പൂർണിമ ജയറാം മലയാളത്തിൽ കടന്നു വരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ. ആ ചിത്രം വലിയ ഹിറ്റായി മാറി. പിന്നീട് വെളിച്ചം വിതറുന്ന പെൺകുട്ടിയടക്കം കുറേ ചിത്രങ്ങൾ. ആ രാത്രി എന്ന മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റായ ചിത്രത്തിൽ പൂർണിമയായിരുന്നു നായിക. ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു പൂർണിമ. മലയാളത്തിലും തമിഴിലും പൂർണിമയ്ക്ക് തിരക്ക് ഏറെ ഉണ്ടായിരുന്നു. തമിഴിൽ പൂർണിമയും മോഹനും തമ്മിലുള്ള കോമ്പിനേഷൻ, അത് തമിഴർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. മോഹനൊത്ത് അഭിനയിക്കുമ്പോൾ അല്പം സെക്സൊക്കെ കാണിക്കാൻ പൂർണിമ മടിച്ചില്ല. മോഹൻ പൂർണിമ ടീമിൻ്റെ മിക്ക ചിത്രങ്ങളും ഹിറ്റാണ്. അതിനു മുമ്പ് മോഹൻ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് പ്രേക്ഷകർക്ക്. ചില പ്രേക്ഷകർക്ക് അറിയില്ല മോഹൻ ആരാണെന്ന്. മോഹനെ ഒരു കാലത്ത് മൈക്ക് മോഹൻ എന്നാണ് വിളിച്ചിരുന്നത്. മറ്റൊരു വിളിപ്പേര് കോകില മോഹൻ എന്നായിരുന്നു. കോകില എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം നടത്തിയത്. പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വരികയും റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായി മാറുകയും ചെയ്തു. മൗനരാഗം അടക്കമുള്ള അതിമനോഹരമായ സിനിമകളിൽ അദ്ദേഹം അസാധ്യമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന് എയ്ഡ്സ് പിടിപെട്ടു എന്നൊരു വാർത്ത പ്രചരിച്ചത്. ആ വാർത്ത തമിഴ് മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതോടുകൂടിയാണ് മോഹൻ്റെ അടപ്പ് ഇളകിയത്, മോഹൻ ഔട്ടായത്. മോഹനും പൂർണിമ ജയറാമുമായുള്ള പ്രണയം ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. അത് വല്ലാത്തൊരു പ്രണയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മോഹനും പൂർണിമ ജയറാമും ഒരുമിച്ച് 6ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ ഹിറ്റുമാണ്. മറ്റൊന്നുകൂടി പറയട്ടെ, മോഹൻ അഭിനയിച്ച ചിത്രങ്ങളിൽ മിക്കതും സിൽവർ ജൂബിലി കടന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സിൽവർ ജൂബിലി ഹീറോ എന്നൊരു പേര് വീണു. എന്തായാലും പൂർണിമ മനസ്സും ശരീരവും മോഹന് അർപ്പിച്ചു. പൂർണിമ ജയറാമിനെ മോഹൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത തമിഴ് പത്രങ്ങളിൽ നിരന്നു. പക്ഷേ പൂർണിമയെ അവസാനം മോഹൻ തേച്ചു. പ്രണയം തകർന്ന പൂർണിമ നിരാശയിലായി മാറി. അവർ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ പ്രണയത്തിൻ്റെ ദുരന്തം മറക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പൂർണിമ ഭാഗ്യരാജിനെ പരിചയപ്പെടുന്നത്. ഭാഗ്യരാജും പൂർണിമയും ഒത്തൊരുമിച്ച ഒരു ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പരിചയപ്പെടൽ. ഭാഗ്യരാജിൻ്റെ ആദ്യ ഭാര്യ മരിച്ചുപോയിരുന്നു. വീണ്ടും ഒരു വിവാഹം ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഭാഗ്യരാജിനെ വീണ്ടും ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പൂർണിമ ജയറാമാണ്. ഭാഗ്യരാജിനെ വിവാഹം കഴിച്ച ശേഷം പൂർണിമ ജയറാം പൂർണിമ ഭാഗ്യരാജായി മാറി. ഇരുവരും ചേർന്ന് ഇപ്പോൾ നിരവധി ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് ചെന്നൈയിൽ. ഇരുവരും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുമാണ്. മോഹനും പൂർണിമയും ഒത്തുള്ള ദിനരാത്രങ്ങൾ പൂർണിമയുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ബിസിനസ്സിൻ്റെ ലോകത്തിലാണ് അവർ.
ബിസിനസ്സിൻ്റെ ലോകത്ത് നിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയാറില്ല. മോഹൻലാലുമൊത്ത് ജില്ല എന്ന സിനിമയിൽ അവർ അഭിനയിച്ചു. മോഹൻലാലിൻ്റെ ഭാര്യാവേഷമായിരുന്നു പൂർണിമയ്ക്ക് ലഭിച്ചത്. പൂർണിമ ഇപ്പോഴും ചെറു വേഷങ്ങൾ ചെയ്ത് തമിഴ് സിനിമയിൽ നിലനിൽക്കുന്നു. അതേസമയം മോഹനാകട്ടെ ക്ലീൻ ബൗൾഡായി മാറി തമിഴ് സിനിമയിൽ. പൂർണിമയെ ഭാഗ്യരാജ് സ്വീകരിച്ചപ്പോൾ അത് പൂർണിമയുടെ ഭാഗ്യനക്ഷത്രമായി മാറുകയായിരുന്നു. ഭാഗ്യരാജും പൂർണിമയും മാതൃകാ ദമ്പതികളായി ഇപ്പോൾ ചെന്നൈയിൽ ജീവിക്കുന്നു.